ഹലോ നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ PVC മെറ്റ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ ടോക്കണെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. 2015 അമേരിക്ക ടെക്സാസിൽ ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി തുടക്കം കുറിച്ച ഒരു സിസ്റ്റമാണ് പേൾവൈൻ ഇന്റർനാഷണൽ. വളരെ വലിയ ലക്ഷ്യത്തോടു കൂടി 2015 സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ത്യയിൽ 2018 അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഏകദേശം 2022 ആകുമ്പോഴേക്കും 70 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഹോൾഡേഴ്സ് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പേൾവൈൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ബിസിനസ് ടീമുകളാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. റോസ്ചൈൽഡ് ഫാമിലി എന്നറിയപ്പെടുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള പേൾവൈൻ ഇന്റർനാഷണൽ നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു വരുമാനവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പേൾവൈൻ ഇന്റർനാഷണൽ ലക്ഷ്യം വഹിക്കുന്നത് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് കടന്നു വരികയും അതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് 2015 അവർ ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. 2015 തന്നെ അവർ മിന്റ് എന്ന് പറയുന്ന ഒരു ടോക്കൺ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ വിജയിക്കുകയും അതിൽ പങ്കെടുത്ത എല്ലാ ഹോൾഡേഴ്സിനും നല്ല രീതിയിലുള്ള ഒരു ഇൻകം നൽകുകയും ചെയ്തതിനു ശേഷം അവർ 2017 അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. വീണ്ടും 2017 വീണ്ടും അവസാന കാലഘട്ടത്തിൽ വീണ്ടും അവർ മിന്റ് കൊണ്ടുവരികയും 2018 അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഈ കാലയളവിൽ മിന്റ് എന്ന് പറയുന്ന ടോക്കൺ വാങ്ങുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് വളരെ വലിയ ഇൻകം അതിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സിസ്റ്റത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് ഏതൊരു പ്രസ്ഥാനവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു കമ്മ്യൂണിറ്റി അത്യാവശ്യമാണ്. ഇന്ന് പല സിസ്റ്റവും അവര് പുറത്ത് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാറ്. പക്ഷെ പേൾവൈൻ ഇന്റർനാഷണലും അതിന്റെ അണിയറ പ്രവർത്തകരും തുടക്കത്തിൽ തന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് അവർ പരമാവധി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സിസ്റ്റം അതിൻ്റെ അകത്ത് കാര്യമായ പ്രോഫിറ്റ് എടുക്കാതെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഹോൾഡേഴ്സിനും നല്ല രീതിയിലുള്ള വരുമാനം നൽകുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 70 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കമ്മ്യൂണിറ്റി അതിനുശേഷമാണ് സിസ്റ്റം നോട്ടിഫിക്കേഷനിലൂടെ അറിയിക്കുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓൾറെഡി ആയിട്ടുണ്ടെന്നും ഇനി പുതിയതായിട്ട് ഹോൾഡേഴ്സിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് പുതിയ ആളുകളെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ താൽക്കാലികമായി നിർത്തുകയും ചെയ്തു. അതിനുശേഷം ഇതിനകത്തുള്ള ഹോൾഡേഴ്സിന്റെ താല്പര്യപ്രകാരം വീണ്ടും കുറച്ച് നാളത്തെ കൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും കുറച്ച് ആളുകൾ അതിനകത്തൊക്കെ വീണ്ടും വരികയും ചെയ്തു. അതിനുശേഷം സിസ്റ്റം 2022 ജൂലൈ മാസത്തിൽ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തു. 2022-28 ജൂലൈയില് PVC മെറ്റ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ ടോക്കണുമായി വീണ്ടും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയും അത് ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇന്ന് PVC മെറ്റ വന്നിട്ട് ഏകദേശം 2 വർഷത്തിലധികമായി. ഇന്ന് അതിൽ ഏകദേശം 2,15,000 മുകളിലുള്ള ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ അകത്ത് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഈ PVC മെറ്റ എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും നമുക്കതിൽ എന്താണ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സൂചനകളാണ് ഞാൻ ഇവിടെ നൽകുന്നത്. PVC മെറ്റ എന്ന് പറയുന്നത് പേൾവൈൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ക്രിപ്റ്റോ ടോക്കണാണ്. ഇപ്പൊ നിലവിൽ അത് ടോക്കണാണ്. കാലക്രമേണ അത് PVC കോയിനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതാണ്. അത് BNB സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിൽക്കാലത്ത് PVC മെറ്റയുടെ സ്വന്തം ചെയിനിലേക്ക് മാറ്റപ്പെടും. ഇന്ന് വളരെ കുറഞ്ഞ രീതിയിൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് PVC മെറ്റ വാങ്ങുവാനും
എല്ലാം അവസരമുണ്ട്. ഈ PVC മെറ്റ ടോക്കൺ എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടോക്കണാണ്. ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അവർ ഓരോ പർപ്പസ് ഉണ്ടായിരിക്കും. ആ മേഖലയിലായിരിക്കും അവർ മെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ മേഖലയിലൂടെ ആയിരിക്കും അവർ വളർച്ച പ്രാപിക്കുന്നത്. PVC മെറ്റയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഒരു കാലഘട്ടം മെറ്റാവേഴ്സ് ടെക്നോളജിയുടെയും ബ്ലോക്ക് ചെയിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റെയും മെഷീൻ ലേണിംഗിന്റെയും എല്ലാം ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ വന്നെത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പേൾവനുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഈ ക്രിപ്റ്റോ മേഖലയിൽ എത്തിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഡിജിറ്റൽ കാലഘട്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് പോലും ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഡിജിറ്റൽ കറൻസി ഇന്ത്യ ഗവൺമെന്റ് വന്നിട്ട് അധികം നാളായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 2015 മുതൽ തന്നെ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയും അതിലൂടെ വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുകയും ചെയ്ത ഒരു സിസ്റ്റമാണ് പേൾവൈൻ ഇന്റർനാഷണൽ. അവരുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള ക്രിപ്റ്റോ കറൻസിയാണ് PVC മെറ്റ. നമ്മൾ ഈ PVC മെറ്റ എന്തിനു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആണ് ഇനി പറയുന്നത്. കാരണം നമ്മൾ ബാങ്കിൽ നമ്മുടെ വരുമാനം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ പല ആളുകളും പിൽക്കാലത്ത് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ബാങ്കിൽ നമ്മൾ പലപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാം ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം ലഭിക്കുന്ന വളരെ നാമമാത്രമായിട്ടുള്ള ഒരു വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോക്കൺ നമുക്ക് വരുന്നത്. ഇത് കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ മൂല്യം വർദ്ധിക്കുകയും അതിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച് അതിന്റെ മൂല്യം എല്ലാം വർദ്ധിക്കുകയും നമുക്ക് പിൽക്കാലത്ത് അതിൽ നിന്ന് വളരെ വലിയൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി മേഖല. PVC മെറ്റാവേഴ്സ് ടെക്നോളജിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു ടോക്കൺ ആണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അതിന്റെ കാലഘട്ടം കടന്നു വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ തുടക്ക സമയത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വളർച്ച വരും കാലങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ തുടക്ക സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് ഒരു പാർട്ണറായി മാറുവാനും അതിലൂടെ ഒരു വരുമാനം ഫ്യൂച്ചറിലേക്ക് ക്രിയേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ വാലറ്റ് ആയിട്ടുള്ള ട്രസ്റ്റ് വാലറ്റ്, അതല്ലെങ്കിൽ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ബിറ്റ്ഗെറ്റ് പോലെയുള്ള ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിച്ച് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം PVC മെറ്റ എന്ന് പറയുന്ന ഈ ടോക്കൺ നമുക്ക് പല വിധത്തിൽ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും വരുമാനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഒരു വിധത്തിൽ നമുക്ക് മാർക്കറ്റ് റേറ്റിന് നമുക്ക് ഇന്നത്തെ PVC മെറ്റ ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്യുകയും മാർക്കറ്റിനകത്ത് വരുന്ന വില വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യുകയും വിൽക്കുകയും അതിൽ നിന്നെല്ലാം വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഏതൊരു വസ്തു മാർക്കറ്റിന്റെ അകത്ത് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ പോലെ തന്നെ ഈ PVC മെറ്റയുടെ അകത്തും അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതനുസരിച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ ക്രിപ്റ്റോ കറൻസി മേഖല എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വലിയ പണക്കാരനാവും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് വളരെ പതുക്കെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സിസ്റ്റമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീഡ് ഫണ്ടിങ് അഥവാ സ്റ്റാക്കിംഗ് എന്നറിയപ്പെടുന്ന ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. അതിലൂടെ നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ 3 വിധത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കും.
ആദ്യം പറഞ്ഞ ടോക്കൺ ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻകം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മാർക്കറ്റിന്റെ അകത്ത് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ അവിടെയും ബാധകമാണ്. അവിടെ നഷ്ടസാധ്യതകളുണ്ട്, ലാഭസാധ്യതകളും ഒരുപോലെയുണ്ട്. മറ്റൊരു കാര്യം സീഡ് ഫണ്ടിംഗ് ആണ്, സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ സിസ്റ്റം നമുക്ക് നൽകിയിരിക്കുന്നത് നഷ്ടസാധ്യത 0% ആണ്. ഇവിടെ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 200% റിവാർഡ് നമുക്ക് റിട്ടേൺ നൽകുന്നുണ്ട്. അത് ഏകദേശം 1000 ദിവസം കൊണ്ട്, അതായത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ 0.20% വീതം തുടർച്ചയായിട്ടുള്ള 1000 ദിവസങ്ങൾ നമുക്ക് റിവാർഡ് നൽകുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ 1000 ഡേയ്സിൽ നമുക്ക് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡബിൾ ആയിട്ടുള്ള ടോക്കൺ നമുക്ക് കിട്ടുന്നതായിരിക്കും അവിടെ. ഈ സീഡ് ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് PVC മെറ്റ ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ എത്രയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ 200% നമുക്ക് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ടോക്കൺ ഫാമിംഗ് ആണ്. അവിടെ നമ്മൾ USDT എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോയിൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ബിസിനസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് PVC മെറ്റ ടോക്കൺ തന്നെയാണ്. അതായത് മിനിമം ഏകദേശം 100 USDTക്ക് തുല്യമായിട്ടുള്ള PVC മെറ്റ നമ്മൾ സിസ്റ്റത്തിന്റെ അകത്തേക്ക് കൊടുക്കുകയും ഫാമിങ്ങിലേക്ക് കൊടുക്കുകയും അവിടെയും ഇതുപോലെ തന്നെ 200% റിട്ടേൺ ആണ് നമുക്ക് സിസ്റ്റം നൽകുന്നത്. അവിടെയും ഇതുപോലെ തന്നെ 0.20% വെച്ചിട്ട് നമുക്ക് 1000 ഡേയ്സ് തുടർച്ചയായിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കും. ടോട്ടൽ 200% നമുക്കവിടെ വരുമാനം വരുന്നുണ്ട്. അവിടെ നമുക്ക് പുറത്തേക്ക് വരുന്നത് PVC മെറ്റ രൂപത്തിലാണ് വരുന്നത്. അതായത് USDTക്ക് തുല്യമായിട്ടുള്ള, അതായത് 100 USDT ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് 200 USDക്ക് തുല്യമായിട്ടുള്ള PVC മെറ്റ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നതാണ് റിവാർഡ് രൂപത്തിൽ. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ലോക അത്ഭുതങ്ങളിൽ 8ാമത്തേത് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിങ് രീതി ഉപയോഗിച്ചുകൊണ്ട് ഈ 1000 ദിവസത്തിനകത്ത് നമുക്ക് 200% എന്നുള്ളതിന് പകരം എത്രയോ ഇരട്ടി ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ റിട്ടേൺ വരുന്ന റിവാർഡ് ഉപയോഗിച്ച് തന്നെ വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും കോമ്പൗണ്ട് ചെയ്ത് ഈ 1000 ദിവസത്തിനകത്ത് വളരെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഒരു ടീം വർക്കിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ ടീം ക്രിയേറ്റ് ചെയ്യും, അതിൽ നിന്ന് വരുന്ന ബിസിനസ്സിൽ നിന്ന് ഒരു റിവാർഡ് നമുക്ക് ലഭിക്കുകയും അത് മുഖാന്തരം നമ്മൾ ഈ 1000 ഡേയ്സ് എന്ന് പറയുന്ന ആ കാലപരിധി വളരെ ചെറിയ രീതിയിലേക്ക് കുറച്ചെടുക്കാനും നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ 1000 ദിവസം കൊണ്ടാണ് നമ്മളുടെ മൂല്യം 200% മാറുന്നതെങ്കിൽ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് വരുന്ന റിവാർഡ് അടക്കം നമുക്ക് അത് വളരെ കുറഞ്ഞ രീതിയിലേക്ക് 500 ദിവസമോ 400 ദിവസമോ 200 ദിവസമോ വരെ ചുരുക്കിക്കൊണ്ടുവന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിളാക്കി മാറ്റാനുള്ള അവസരം ഇവിടെ നമുക്ക് ഉണ്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ സിസ്റ്റം പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാൻ പ്രകാരം ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്ന ഒരു പ്ലാൻ പ്രകാരം നമുക്ക് വെറും 3 ID ഉപയോഗിച്ച് നമ്മളുടെ സ്വന്തം ഒരു ഐഡിയും നമ്മുടെ കൂടെ വരുന്ന 2 റെഫറൽ ഐഡിയോ, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ റിലേറ്റീവോ അതുമല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന മറ്റ് 2 ഐഡിയോ ഉപയോഗിച്ച് ഏർലി ബേർഡ് എന്ന് പറയുന്ന ഒരു ഓഫർ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം $100 തുല്യമായിട്ടുള്ള PVC മെറ്റ ടോക്കൺ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിയുള്ള 2 അക്കൗണ്ടിലൂടെ അവരും ഫാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏർലി ബേർഡ് ഓഫർ കരസ്ഥമാക്കാൻ സാധിക്കും. ഞാൻ $100 സീഡ് ടോക്കൺ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ താഴെ ഉള്ള 2 വ്യക്തികൾ അല്ലെങ്കിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത 2 ഐഡിയയിലൂടെ $100 ഫാമിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന വരുമാനം ഒരു ദിവസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 0.20% എന്ന് പറയുന്നതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് 0.70% കൂടി കയറി വന്ന് ടോട്ടൽ ഒരു ദിവസം 0.90 എന്നുള്ള രീതിയിൽ റിവാർഡ് നമുക്ക് ലഭിക്കുകയും ഏകദേശം 222 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടക്ക് മുതൽ ഇരട്ടിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു പ്ലാനാണ് ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് PVC മെറ്റ എന്ന് പറയുന്ന ഈ ടോക്കൺ. ഇന്ന് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്കത് വാങ്ങുവാനും
ഇതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യാനെല്ലാം സാധിക്കും. ഇതിൻ്റെ അകത്ത് പല വിധത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഹോൾഡ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം മാർക്കറ്റ് ഗ്രോത്തിനനുസരിച്ചുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് സീഡ് ഫണ്ടിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരു റിവാർഡ് വാങ്ങി അതിലൂടെ ഒരു വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ സീഡ് ഫണ്ടിങ്ങിലും റെഫർ ചെയ്ത് നമുക്ക് അതിൽ നിന്നുള്ള ഒരു വരുമാനം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ടോക്കൺ ഫാമിങ്ങിലും അതുപോലെ തന്നെ നമുക്ക് ഒരു റിവാർഡ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എയർലി ബേർഡിലൂടെയും നമുക്ക് റിവാർഡ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റിവാർഡുകൾ എല്ലാം നമുക്ക് കളക്ട് ചെയ്യാനും അതിലൂടെ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ എമൗണ്ടിൽ വാങ്ങുന്ന ഈ PVC മെറ്റ വരും കാലങ്ങളിൽ മെറ്റാവേഴ്സ് ടെക്നോളജിയുടെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് വരുന്നതോടുകൂടി അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചെലവഴിക്കുന്ന സമയത്ത് അതിൻ്റെ വളർച്ച കാര്യമായിട്ട് ഉണ്ടാവുകയും അതിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും വർധനവും ഉണ്ടാവുകയും അതിലൂടെ നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ തലമുറക്കും എല്ലാം വളരെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ PVC മെറ്റ ടോക്കൺ എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും ഇനി വരാൻ പോകുന്നൊരു തലമുറക്ക് കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അസറ്റാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം ആളുകൾ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ആളുകൾ വളരെയധികം ഭയപ്പാടോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി മേഖല. ഇന്ന് അതെല്ലാം മാറി ഒരുപാട് യുവജനങ്ങൾ ഇതിനകത്ത് കടന്നു വരികയും നല്ല രീതിയിൽ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ അവർ വർക്ക് ചെയ്യും, ഇൻകം കണ്ടെത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നമ്മൾ ടെക്നോളജിയുടെ ഒപ്പം തന്നെ മുന്നേറുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മളായി സ്വപ്നം കാണാത്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ പറയുന്ന ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ അതിനെല്ലാം വളരെ ഭയപ്പാടോട് കാണുകയും പിന്നീട് അത് നിരന്തരമായിട്ടുള്ള ആളുകളുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ പേടി മാറുകയും ഇന്നെല്ലാവരും ഒരു ചായ കുടിച്ചാൽ പോലും ഗൂഗിൾ പേ, ഫോൺ പേ ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കാലഘട്ടം തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസിയുടെയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ എല്ലാം കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇപ്പൊ അതിന്റെ തുടക്ക സമയത്ത് തന്നെ അതിന്റെ അകത്തേക്ക് എൻ്റർ ആവാനും അതിലൂടെ വലിയൊരു വിജയം നേടാനും എല്ലാം സാധിക്കുന്ന ഒരു അവസരമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം അതിന്റെ കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്തത്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് വരുമാനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും. ഇതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും വളരെ വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കി ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 2025 എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധിയുള്ള, സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.